പോയി കിടക്കണു. കനക എന്റെ വണ്ടി പഞ്ചറായിട്ട് വർക്ക്ഷോപ്പിലല്ലേ, ഞാൻ അതിന്റെ പുറകെ കിടന്ന് ഓടായിരുന്നു. എന്തേ? ഇവിടെ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, പഴയ 500-ന്റെ 1000-ന്റെ നോട്ടുകൾ. അയ്യോ, പഴയ നോട്ടാ? ഈ തള്ളക്ക് ഇത് എന്തിന്റെ കേടാണ്? ഇത്രയും കാലമായിട്ട് ഇത് മിണ്ടിയില്ലേ നിന്നോട്? എന്താ പറയണ? ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജമന്തിക്ക് ഇപ്പം എന്തൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പൈസ ഒക്കെ പാടെടുത്ത് പുറത്തേക്ക് ഇട്ടതാണ്. അത് ശരി, അധികം ഉണ്ടാ? ഏകദേശം 1 ലക്ഷം രൂപ അടുത്തുണ്ടാവും. 1 ലക്ഷം രൂപയെ? ഓ, എന്ത് ചെയ്യും ഇത്? ഇത് എങ്ങനെയെങ്കിലും ഇത് മാറ്റണോടാ. മാറ്റാനാ? കനക നിനക്ക് പ്രാന്താണ്, ഭയങ്കര റിസ്ക് ആണിത്. ഇന്നലെയും കൂടി ബാംഗ്ലൂർ ഒരുത്തനെ പിടിച്ചിട്ട് അകത്താണ്. കോഴിക്കോടും മലപ്പുറത്തും എറണാകുളത്തും എല്ലായിടത്തും പൊക്കെയാണ്. നീ എത്രയും പെട്ടെന്ന് ഇത് നശിപ്പിച്ചോട്ടാ. എങ്ങനെ നശിപ്പിക്കടാ? പൈസ അല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ജോലിയും പോവും, ആകെ വിഷയവും നാണക്കേടാണ്. എന്തിനു വെച്ചോണ്ടിരുന്നാണ് ഇതുള്ള ആളെ കൊല്ലാനാ? എനിക്ക് അറിഞ്ഞൂടാ. എടാ, നീ അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാനുള്ള ശ്രമം നടത്തൂ. അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല. നീ വേണ ഒരു പണിയായി, നീ ആ ക്ലീറ്റസിനോടൊന്ന് സൂചിപ്പിച്ചു നോക്കാം. അവൻ എന്തേലും തരികട അതിൽ കാണും. ക്ലീറ്റസിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവനോട് സൂചിപ്പിച്ചു, പക്ഷെ നമ്മുടെ പൈസ എന്ന് പറഞ്ഞില്ല. അവന്റെ കയ്യിലെങ്ങാനും ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ ഇത് മൊത്തം കൊണ്ടുപോയിട്ട് നമുക്കൊരു 10-15,000 രൂപ വരും. ബാക്കിയുള്ള അവൻ അടിച്ചോണ്ട് പോകും. അല്ല, എന്തേലും ഇഷ്യൂ വന്നാൽ അവൻ അനുഭവിച്ചോളൂല്ലേ, നമ്മൾ തൂങ്ങണ. എടാ, അത് വേണ്ടടാ. നീ നിന്റെ ഏതോ ഒരു മാമനോ ആരോ ഇല്ലേ, ഒരു ബാങ്കിലെ മാനേജർ? ആ ജലീല് മാമ. പുള്ളിയോട് പറഞ്ഞിട്ടൊന്ന് മാറ്റിക്കൂടെ? അതിപ്പോ നടക്കൂല, കനക. ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞില്ലേ? ആ സമയത്ത് പറയണേ പുള്ളി ക്ലിയർ ചെയ്ത് തന്നെ. അല്ലടാ, ഇതിന് വേറെ നിയമം വന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? അതായത് ഈ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ ഈ അൽഷിമേഴ്സ് ഒക്കെ വന്നിട്ട് ഈ നോട്ട് മാറാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് മാറാം. ബാങ്കിൽ മാറാൻ പറ്റും. ഇതാരാ പറഞ്ഞതിനോട്? ഇതാ ക്ലീറ്റസ് പറഞ്ഞാണ്. എന്നാ നേരായിരിക്കും ഉള്ളത്. ഞാൻ ജലീൽ മാമനോട് സംസാരിക്കാം. ഇങ്ങനെ ഒരു നിയമത്തിന് മാറി തരാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. പൈസ ഇപ്പൊ നിന്റെ അടുത്ത് ഇരിപ്പുണ്ടോ? പൈസ വീട്ടിലുണ്ട്. ഞാൻ ഉറപ്പൊന്നും പറയൂല. അല്ല, മാക്സിമം നോക്കടാ, അത് കളയാൻ മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാണ്. ഞാനൊന്നും നോക്കട്ടെ. നീ പൈസ എടുത്തോണ്ട് വാ. ഒന്ന് ശരിക്കും പൊതിഞ്ഞ് ഭദ്രമായിട്ട് എടുത്തോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ടു പിടിച്ചാൽ പ്രോബ്ലം ആണേ. എടുത്തോണ്ടോ. എന്തൊരു മെനക്കെട്ട തള്ളയാണിത്. മക്കളകത്ത് കളയാൻ വേണ്ടി പൈസ പൂത്തി വെച്ചേക്കണം. ഒരു മനുഷ്യൻ്റെ അടുത്താണെങ്കിൽ 10 പൈസയില്ല. പേടിച്ചുപോയി. അല്ല, ജമന്തിയും കനകനും വന്നൊന്നും പറഞ്ഞില്ലേ നിങ്ങളോട്? ആരും മരിച്ചില്ല, പക്ഷെ ഞാൻ മരിച്ചതുപോലെ. അല്ല, പിന്നെ കാര്യം പറ. എന്തോന്ന്? എന്താ? നിങ്ങളുടെ അച്ഛന് പാരിതോഷികം കിട്ടിയ കുറെ കാശ് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ അച്ഛൻ്റെ പെട്ടിയിൽ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. എടി, അത് പണ്ടേ വച്ചിരുന്നതാണ്. ആരെയും അറിയിക്കാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. പിന്നെ ജമന്തിക്ക് ഒരു ആവശ്യം നമ്മൾ ഞാൻ അതെടുത്തങ്ങ് കൊടുത്തു. എടി, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഇതുപോലൊരു പ്രമുഖൻ ഈ വീട്ടിലുണ്ടായിട്ട് ഒരു വാക്കമ്മ പറഞ്ഞമ്മ. നിങ്ങൾ തോക്കിനകത്ത് കയറി വെടി വെക്കരുത്. ഇക്കാര്യത്തിൽ അമ്മ ഇനി ഒരു ഒഴിവും പറയണ്ട. അമ്മ ചതിയാണ് കാണിക്കണത്. എടി, അത് പഴയ നോട്ടുകളല്ലായിരുന്ന. ഞങ്ങൾക്ക് പഴയ നോട്ട് തന്നാ പുളിക്കോ? എടി, ഈ നോട്ട് ഇവിടെ ഇരിക്കുന്നെന്ന് അറിഞ്ഞാലേ പോലീസ് വരും. പോലീസ് വരട്ടെ. വന്നാലേ നിങ്ങളെയും പിടിക്കും, ചോദ്യം ചെയ്യും. ഞങ്ങൾ എത്ര ചോദ്യം ചെയ്യണം? ഇങ്ങനൊരു കാര്യം വന്നാല് പോലീസ് നിങ്ങളെയും ഞങ്ങളെയും മാത്രമല്ല, ഈ നാട്ടുകാരെയും വീട്ടുകാരെയും സകലമാന ആളുകളെയും ചോദ്യം ചെയ്യും. അതാ ചോദ്യം ചെയ്യാനും കൂടെ വരട്ടെ. മോൻ വന്നായിരുന്നു. അവളുടെ എന്റെ പാചകമൊന്നും അടിയൊന്നും നടക്കത്തില്ല. എല്ലാത്തിനെയും പിടിച്ചോണ്ടങ്ങ് പോവും. ഞങ്ങളെ പിടിക്കാൻ വരട്ടെ. ഞങ്ങൾ പറഞ്ഞോളൂ ഇവനാണ് കള്ളൻ. അതൊന്നും നടക്കത്തില്ലെന്ന്. പിന്നെ നടക്കത്തില്ലെന്ന്. എന്നാൽ എന്ത് കൊള്ളനെ ക്ലീറ്റ് അവനൊരു വാക്ക് പറഞ്ഞു. അവന്റെ കൂട്ടുകാരനെ വേണ്ടിയിട്ടൊന്ന് കൊള്ളൻ പെരുങ്കൊള്ളൻ. വേണ്ട, നിങ്ങൾ ഇടങ്കോല് വെക്കരുതേ. ദൈവത്തെ ഓർമ്മിച്ചിട്ട് അവൻ എങ്ങനെയെങ്കിലും അതൊന്നും മാറ്റിയെടുക്കത്ത്. മക്കളെ, ഇനി ഇതുപോലത്തെ നോട്ട് അവിടെ ഇരിപ്പുണ്ടമ്മ? ഇല്ല. ഇനി അവിടെ ഇതുപോലെ പഴയ നോട്ട് ഇരിപ്പുണ്ടെന്ന് അമ്മ ഒന്ന് ഓർമ്മിച്ച് നോക്കാം. ഓർമ്മിച്ച് നോക്കാം. ഇല്ല. ഓണത്തിന്റെ ഇടയിലും പൊട്ട് വെച്ചോളാം. അമ്മ ഒന്ന് ഓർത്ത് നോക്ക്. ചിലപ്പോ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിലോ? ഇല്ല പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? പക്ഷെ എന്നാലും അമ്മ കാണിച്ചതല്ലാത്ത കടുങ്കയായി പോയി കേട്ടോ. അങ്ങനെ പറയരുത്. വേണ്ട, അമ്മ എന്നോട് മിണ്ടുണ്ട. അമ്മയ്ക്ക് അല്ലെങ്കിൽ മോനോട് മാത്രമേ സ്നേഹമുള്ളൂ. അതുകൊണ്ട് നമ്മളീ പറഞ്ഞ മാതിരി നമ്മള് വെളിയിലുള്ളവരല്ലേ ഇവിടെ. എന്നോട് തുള്ളി വിശ്വാസം ഉണ്ട് അമ്മയ്ക്ക്, എന്നോട് തുള്ളി സ്നേഹം ഉണ്ട് അമ്മയ്ക്ക്. എടി, അത് പഴയ നോട്ടുകളല്ലേ, അത് ഇവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ പോലീസ് വരും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ളൂ. എങ്ങനെയെങ്കിലും നിങ്ങളും കൂടെ ചേർന്ന് അതൊന്ന് മാറ്റിയെടുക്ക എന്റെ പൊന്നു മക്കളെ. എന്നാ പകുതി പൈസ ഞങ്ങൾക്ക് തരാന്നത് മാറ്റിയെടുത്തെങ്കിലും ചെവിക്ക് ചെവി അറിയാതെ നമ്മളത് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ അയ്യോ,
ഹലോ അതെ ക്ലീറ്റസാ ഓ ക്ലീറ്റസ് തന്നെ ഓ ആ ഒരു നിമിഷം പേടിക്കണ്ട, എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എന്നിട്ട് അതെയോ? അതെ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ 1-2 പേരെ ഒന്ന് വിളിച്ചോട്ടെ. പേടിക്കണ്ട ഒന്നും പേടിക്കില്ല. ഞാൻ വിളിക്കാം. ശരി, എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ, ഒന്നും പേടിക്കാനില്ല. ഞാനേ എൻ്റെ ആളിയനൊന്ന് കണ്ടിട്ട് വരാം. ചെന്ന് ചോദിക്കും, പകുതി പൈസ നമുക്ക് തരാൻ പറ. നമുക്ക് എന്തിനു തങ്കം പകുതി? മുഴുവൻ അവൻ എടുത്തോണ്ടേ. അവനല്ലേ ആർത്തി പണ്ടാരം. എനിക്ക് വേണം പൈസ. ചുമ്മാ റെഡി, നമുക്ക് അതിന് പൈസ വേണ്ട. മക്കളെ വേണ്ട, പോ അമ്മ. നീ പിണങ്ങാതിരിക്കും. ഞാൻ പിണങ്ങും. എടി നീ എന്റെ മോളല്ലേ, നിനക്ക് ഞാൻ എന്നെ ഏതാണ്ട് ഇറക്കിപ്പൊടി മേടിച്ചത് അമ്മ. തുടങ്ങി പൂങ്കണ്ണീര് തുടങ്ങി. ഞാൻ എന്ത് വേണം? എടി നീ സമാധാനമായിട്ടിരിക്കും. എടി അത് വെറും പഴയ നോട്ടുകളല്ലായിരുന്നു, എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ നോക്കാം നമുക്ക്. ഞാനാ പറഞ്ഞത് നിനക്ക് തരാന്ന്. നീ സമാധാനമായിട്ടിരിക്കും. എന്റെ പൊന്നാറ്റുകാലം വെച്ച് എന്റെ പൈസ വെള്ളത്തിൽ പോവോ? പിന്നെ ആറ്റുകാലമ്മച്ചിക്ക് കള്ളത്തിനെ കുറിച്ച് കൂട്ടുകലല്ലേ പണി. പോ അമ്മയൊന്ന്. അളിയോ നീ വാ. അളിയോ, അളിയുടെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കുറച്ച് പഴയ നോട്ടിരുന്ന മാറണമെന്ന് പറയാതെ മാറിയായിരുന്നു. അത് ഞാൻ കത്തിച്ചളയാൻ പറഞ്ഞു. കത്തിച്ചളയാൻ പറഞ്ഞോ? പഴയ നോട്ട് കൈവശം വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റകാരല്ലേ? അപ്പൊ അതുകൊണ്ട് വേണ്ട, നീ അത് കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. ഓ നന്നായി കേട്ടോ, അത് കത്തിച്ച് കളഞ്ഞാൽ നന്നായി. ആണല്ലേ, അത് കൈവശം വെച്ച് എങ്ങാനും പോലീസ് പിടിച്ചാൽ ഇപ്പോഴത്തെ ഒരു നിയമമൊക്കെ വെച്ചിട്ടേ പിന്നെ ഭയങ്കര പ്രശ്നമല്ലേ? മാത്രമല്ല പിന്നെ അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അളിയനെ പോലെ ഒരാളിന്റെ കയ്യിലൊക്കെയാണ് അത് വന്ന് അറിയാണ്ടെങ്ങാനും വിട്ടുപോയി പിടിച്ചാലോ ജോലി പോവും. പിന്നെ ജോലി പോവും, ആകെ പ്രശ്നമല്ലേ? അതെ അതെ അതെ. പത്രത്തിൽ വായിക്കില്ലേ ഇപ്പൊ ദിവസവും അവിടുന്ന് ഇവിടുന്ന് ഒരുപാട് പേര് പിടിക്കണുണ്ടേ. നിങ്ങളെ ആ നോട്ട് കത്തിച്ച് കളഞ്ഞല്ലേ? നീ ഇപ്പൊ എന്തിനാണ് ഈ നോട്ട് കത്തിച്ച കാര്യം എന്നോട് ഒന്ന് ചോദിക്കാൻ നിൽക്കണത്? ഒന്നുമില്ലളിയാ, ഇപ്പൊ കുറച്ചു മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നേ. ഷാഹിദ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് വിളിച്ചു. ഷാഹിദക്ക് എന്ത് പറ്റി? ഷാഹിദയ്ക്കൊന്നും പറ്റിയില്ല. ആ പൈസ മാറുന്നതിൻ്റെ ഇടയിൽ അവളെ ഭർത്താവ് ഫാസിലിനെ പോലീസ് പിടിച്ചു. ഫാസിലിനെ പോലീസ് പിടിച്ചു. ആര് പറഞ്ഞു എന്നോട്? ഷാഹിദ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു, എങ്ങനെയെങ്കിലും പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഒന്ന് അവനെ പുറത്തിറക്കാനായിട്ട്. അയ്യോ, അപ്പോ ഫാസിൽ കുടുങ്ങി അകത്തായി. നീ പേടിക്കണ്ട, നിന്റെ നോട്ടൊക്കെ നീ കത്തിച്ച് കളഞ്ഞില്ലേ? എടാ വൃത്തിയിട്ടവനെ, നിനക്കെന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലടാ നീ നോട്ട് അവന്റെ കൊടുത്തത്. ഇവിടെ അമ്മേരെ ഇരുന്ന പൈസയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ കൂട്ടുകാരന്റെ പൈസ അല്ലടാ. കൊള്ള, പെരുംകൊള്ള. അളിയ കുളിയ പോലീസുകാരുണ്ടല്ലോ, ഫാസിലിനെ ഇപ്പൊ അങ്ങോട്ട് ഇടിച്ച് വീഴിയും. അപ്പൊ അവർ നിന്റെ പേര് പറയും, നീ കൊടുക്കും. നീ അകത്ത് കിടന്ന് ഉണ്ട തിന്നാടാ, ഉണ്ട. Alien versus Alien.